തീയണക്കാൻ പോയ ഫയർഫോഴ്സ് സംഘം ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ വാർത്ത രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു. സംഭവത്തെക്കുറിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി കൊളീജിയം അടിയന്തര യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്തു. പാർലമെന്റിലും വിഷയം ചർച്ചയായി. ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് പോലുള്ള നടപടികളിലേക്ക് പാർലമെന്റ് കടക്കാനും ഇടയുണ്ട്. ഈ മാസം 15-നാണ് പണം കണ്ടെത്തിയതെന്നാണ് വിവരം. എന്നാൽ വിഷയം പുറത്തറിയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദേശീയ ദിനപത്രം സംഭവം വാർത്തയാക്കിയപ്പോഴാണ്. പിന്നാലെ ഹൈക്കോടതിയിലെ നടപടികളിൽ നിന്ന് ജസ്റ്റിസ് വർമ്മ മാറി നിന്നു. പഴയൊരു ബാങ്ക് തട്ടിപ്പ് കേസിൽ ജസ്റ്റിസ് ശർമ്മയുടെ പേര് CBI FIRൽ ഉണ്ടായിരുന്നതായി ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഡൽഹി ഹൈക്കോടതിയിലെ രണ്ടാമത്തെ മുതിർന്ന ജഡ്ജിയും ഹൈക്കോടതി കൊളീജിയം അംഗവുമാണ് ജസ്റ്റിസ് യശ്വന്ത് ശർമ്മ. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങളുടെ ഭാഗമായിരുന്നയാൾ. ഡൽഹി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് വർമ്മ കുറഞ്ഞത് 11 കമ്മിറ്റികളിലെങ്കിലും ഭാഗമാണ്. ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജനറൽ സൂപ്പർവിഷൻ കമ്മിറ്റി, ധനകാര്യ ബജറ്റിംഗ് കമ്മിറ്റി എന്നിവ ഉൾപ്പെടുന്നു. നിരവധി സുപ്രധാന വിധികളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ ജസ്റ്റിസ് ശർമ്മ നിഷേധിച്ചിട്ടുണ്ട്. തൻ്റെ വീട്ടിൽ നിന്ന് പണമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ആരോപണങ്ങൾ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണെന്നുമാണ് ശർമ്മയുടെ വാദം. ജസ്റ്റിസ് വർമ്മയുടെ ഗൂഢാലോചന സിദ്ധാന്തത്തെ മുഖവിലക്കെടുക്കുകയോ തള്ളുകയോ ചെയ്യേണ്ടതില്ല. അന്വേഷണ സമിതി രൂപവത്കരിച്ചിട്ടുണ്ടല്ലോ. സമിതി സത്യം കണ്ടെത്തുകയും രാജ്യം അതറിയുകയും ചെയ്യുമെന്ന് കരുതാം. എന്നാൽ രാജ്യത്ത് ജുഡീഷ്യറിയിൽ എന്താണ് നടക്കുന്നതെന്ന് വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ തന്നെ ജുഡീഷ്യൽ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കേണ്ട സമയമാണിത്. എവിടെയാണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നതും ഉത്തരവാദിത്വം ആരംഭിക്കുന്നതും? കൊളീജിയം വഴി ജഡ്ജിമാരെ നിയമിക്കുന്ന നിലവിലുള്ള സംവിധാനം ദീർഘകാലമായി നിലനിൽക്കുന്ന ചർച്ചയുടെ കേന്ദ്രബിന്ദുവാണ്. ഈ സംവിധാനത്തിൻ്റെ പോരായ്മയെക്കുറിച്ച് നിരവധി നിയമജ്ഞർ ചൂണ്ടിക്കാട്ടിയതാണ്. ഈ സംവിധാനം ഭരണഘടനയിൽ വേരൂന്നിയതല്ല. സുപ്രീം കോടതി അതിൻ്റെ വിധിന്യായങ്ങളിലൂടെ സ്ഥാപിച്ചതാണ്. ജഡ്ജിമാരെ നിയമിക്കുന്നതിൻ്റെ ഔദ്യോഗിക മാനദണ്ഡങ്ങൾ കൊളീജിയം പ്രസിദ്ധീകരിക്കുന്നില്ല. ഉദാഹരണത്തിന്, ഒരു ജഡ്ജിയെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്താതിരിക്കാനും മറ്റൊരാളെ ഉയർത്താനും തീരുമാനിക്കുമ്പോൾ കൊളീജിയത്തിന് എന്തെങ്കിലും ന്യായവാദം സമൂഹത്തിന് നൽകേണ്ട ബാധ്യതയില്ല. നിയമങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ അല്ലെങ്കിൽ സ്ഥലം മാറ്റങ്ങൾ എന്നിവയ്ക്ക് രേഖപ്പെടുത്തിയ ചർച്ചകളോ പൊതുവിശദീകരണങ്ങളോ ഇല്ല. ഈ രഹസ്യ സ്വഭാവം ജുഡീഷ്യൽ നിയമങ്ങളെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നു. ഇത്തരമൊരു രഹസ്യ സ്വഭാവം മിക്ക ജനാധിപത്യ രാജ്യങ്ങളും പിന്തുടരുന്നില്ല. അഭിഭാഷകരെ സീനിയർ അഡ്വക്കേറ്റ് ആയി ഉയർത്തുന്നതും രഹസ്യമായി അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ നടക്കുന്നു. ഒരു അഭിഭാഷകനെ ഉയർത്തുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു ന്യായീകരണവും നൽകുന്നില്ല. ജുഡീഷ്യറിയിലെ അംഗങ്ങൾ സ്വത്തുകൾ പരസ്യമായി വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ലോകായുക്ത നിയമപ്രകാരം പൊതുപ്രവർത്തകർ അവരുടെ അടുത്ത ബന്ധുക്കളുടേതും സ്വത്തുക്കളും ബാധ്യതകളും നിർബന്ധമായും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇത് എല്ലാ മേഖലയ്ക്കുമുള്ള ജഡ്ജിമാർക്ക് ബാധകമാണ്. ജഡ്ജിമാർ സ്വത്തുകൾ വെളിപ്പെടുത്താറുണ്ടെങ്കിലും മറ്റ് പൊതുപ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം വെളിപ്പെടുത്തലുകൾ പൊതുജനങ്ങൾക്ക് സ്വയമേവ ലഭിക്കാറില്ല. രാജ്യത്തെ 25 ഹൈക്കോടതികളിൽ നിന്നായി നിയമിതരായ 749 ജഡ്ജിമാരിൽ 98 പേരുടെ സ്വത്തുകൾ മാത്രമാണ് പൊതുമണ്ഡലത്തിൽ ലഭ്യമാകൂ. പല രാജ്യങ്ങളിലും ജഡ്ജിമാർ സ്വത്ത് വിവരങ്ങൾ പരസ്യമാക്കുന്നത് നിർബന്ധമാണ്. വാട്ടർഗേറ്റ് അഴിമതിക്ക് ശേഷം US-ൽ ജഡ്ജിമാരുടെയും അവരുടെ ബന്ധുക്കളുടെയും സമ്പത്ത് വെളിപ്പെടുത്തലും കോടതികളുടെ വെബ്സൈറ്റിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും വിധം പ്രസിദ്ധീകരിക്കലും നിർബന്ധമാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും സമാന വ്യവസ്ഥയുണ്ട്. എന്നാൽ ഇന്ത്യൻ ജുഡീഷ്യറിയിലെ അംഗങ്ങൾ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ആവശ്യകതകളെ എതിർക്കുന്നത് തുടരുന്നു. സമീപകാലത്തെ കൊളീജിയം നിയമനങ്ങളിലും സമാന ആശങ്കയുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ യാദവിനെ അദ്ദേഹത്തിന്റെ പൂർവ്വകാലം പരിഗണിക്കാതെ ജഡ്ജിയായി നിയമിച്ചത് ഇതേ കൊളീജിയമാണ്. മറ്റൊന്ന് വിക്ടോറിയ ഗൗരി വിഷയമാണ്. BJP നേതാവായിരുന്ന വിക്ടോറിയ ഗൗരിയെ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായി കൊളീജിയം നിയമിച്ചത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവർ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ അവർക്കെതിരായ കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. അസാധാരണമായ അധികാരങ്ങൾ പ്രയോഗിക്കുന്നവരാണ് ജഡ്ജിമാർ. ജുഡീഷ്യൽ ഉത്തരവാദിത്തത്തെക്കുറിച്ച്
ബോധ്യമുള്ളവരെ ആയിരിക്കണം ജഡ്ജിമാരായി നിയമിക്കേണ്ടതെന്നതിന് അതുതന്നെ കാരണമാണ്. ദീർഘകാലമായി നടത്താത്ത ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഉത്തേജകമായാണ് ജസ്റ്റിസ് വർമ്മ സംഭവത്തെ കാണേണ്ടത്. ജഡ്ജിമാർക്കെതിരായ ആരോപണങ്ങളിൽ ഔപചാരിക അന്വേഷണം നിർബന്ധമാക്കുന്ന വ്യക്തമായ പ്രോട്ടോക്കോളുള്ള ഒരു അച്ചടക്ക ചട്ടക്കൂട് ജുഡീഷ്യറിക്ക് ആവശ്യമാണ്. അതോടൊപ്പം ജുഡീഷ്യൽ നിയമ പ്രക്രിയ സുതാര്യത ആവശ്യപ്പെടുന്നു. ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ കൊളീജിയം വിശദമായ ന്യായവാദം പ്രസിദ്ധീകരിക്കണം. അർത്ഥവത്തായ പരിഷ്കരണം ആത്യന്തികമായി ജുഡീഷ്യറിക്കുള്ളിൽ നിന്ന് തന്നെ വരണം. വിശ്വാസ്യതയും ഉത്തരവാദിത്വവുമില്ലാതെ സ്വാതന്ത്ര്യമില്ല. സത്യസന്ധത ഉറപ്പാക്കുന്നതിനുള്ള നിയമ സംവിധാനങ്ങൾ ജുഡീഷ്യറിയുടെ സ്വയംഭരണത്തിന് ഭീഷണിയല്ല.